Hello, myself Anas. How to create item group? ഫസ്റ്റ് നമുക്ക് ഐറ്റം ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. ഐറ്റം ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരു സെയിം ഐറ്റം, ഒരു ടീഷർട്ട് ഉണ്ട്. ആ ടീഷർട്ടിൻ്റെ ഒരു ഡിഫറെൻറ്റ് സൈസ് ഉണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അങ്ങനെ വരുന്ന ഐറ്റംസ് ബൾക്കായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐറ്റം ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇൻവെൻട്രിയിൽ ഐറ്റം ഗ്രൂപ്പ്സ് എടുത്ത് ന്യൂ ഒന്ന് സെലക്ട് ചെയ്ത് ഐറ്റം ഗ്രൂപ്പ് നെയിം, അതിൻ്റെ യൂണിറ്റ്, കാറ്റഗറി സെലക്ട് ചെയ്യുക. നമുക്ക് ഐറ്റത്തിന് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അടുത്താണ് ആട്രിബ്യൂട്ട് വരുന്നത്. ഞാൻ അപ്പോൾ ഇതിൻ്റെ സൈസ് ഉണ്ട്, ഒരു 3 സൈസിൻ്റെ അടുത്തുണ്ട്, സ്മോൾ, മീഡിയം, ലാർജ്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സ്മോൾ. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്തത് കളേഴ്സ് ആയിട്ട് 3 കളേഴ്സും വരുന്നുണ്ട്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്കാണ് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ല, ഈ അഡിഡാസ് ടീഷർട്ട് സ്മോൾ റെഡ്, സ്മോൾ ബ്ലൂ, സ്മോൾ ബ്ലാക്ക് ഇങ്ങനെ വരുന്നത്. അങ്ങനെ അത്രയും ഐറ്റംസ് ബൾക്കായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അടുത്ത SKU ആണ്. അത് കഴിഞ്ഞ് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര പീസ് ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കുന്നു. സെയിം എല്ലാ ഐറ്റംസും സെയിം സ്റ്റോക്കാണ് വരുന്നത്. സെയിം കോപ്പി ടു ഓൾ കൊടുക്കുക, അല്ലാണ്ട് സെപ്പറേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പെർ പീസിൻ്റെ വാല്യൂ, കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ്. ഇതും സെയിം നമ്മൾ പറഞ്ഞ പോലെ സെയിം റൈറ്റാണ് വെക്കുന്നുണ്ടെങ്കിൽ കോപ്പി ടു ഓൾ കൊടുക്കുക. അടുത്ത HSN കോഡ്, UPC കോഡൊക്കെയാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റീഓർഡർ പോയിന്റ് കൊടുക്കുകയാണ്, റീഓർഡർ പോയിന്റ് കൊടുക്കുക. അടുത്ത അക്കൗണ്ട് സെലക്ട് ചെയ്യാനാണ്. സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, ഇൻവെൻട്രി അസറ്റാണ് വരുന്നത്. സേവ് കൊടുത്ത് ഇപ്പോൾ നമ്മുടെ അത്രയും ഐറ്റംസ് ബൾക്കായിട്ട് ഒരുമിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐറ്റം ഗ്രൂപ്പ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.